ഹായ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പ്രോബ്ലംസിൽ എക്സസൈസ് 7.3 1-2 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ 2x + 5 dx ആണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് സൈൻ സ്ക്വയർ എക്സിനൊരു ബ്രേക്കിംഗ് ഫോർമുല ഉണ്ട്. നമ്മൾ +1 ചാപ്റ്ററിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 - ട്രിഗോണമെട്രി എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 - cos 2x/2. അതേപോലെ കോസ് സ്ക്വയർ എക്സിനുണ്ട്. കോസ് സ്ക്വയർ എക്സ് ഇസിക്കൽ ടു 1 + cos 2x/2. ആ രണ്ട് ഫോർമുലയിൽപ്പെട്ട ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് നമുക്കത് മാറ്റിയിട്ട് വെച്ചിട്ട് ഇത് റീറൈറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ 2x + 5 dx ആണ് നമ്മുടെ ചോദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 - cos 2x/2 1 - cos 2x. എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിളാണ്. സൈൻ സ്ക്വയർ എക്സ് ആകുമ്പോൾ ഇവിടെ ഡബിൾ എക്സ് എഴുതണം. ഇവിടെ 2x + 5 ആണ്, അപ്പോൾ അതിൻ്റെ ഡബിൾ 2x + 5 1 - cos 2x /2 എന്ന് എഴുതണം. /2 dx കണ്ടോ. 1 - cos 2x എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 1 - cos ദിസ് ഈസ് ആക്ച്വലി 4x + 10 ആണ്. 4x + 10 dx. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റഗ്രൽസും നമുക്ക് അറിയുന്ന ഇൻ്റഗ്രൽസ് ആണ്. ഹാഫ് എഴുതുന്നു. ഇൻ്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. സോ ദ ആൻസർ ഈസ് സൈൻ 4x + 10 എന്ന് എഴുതിയിട്ട് ഇവിടെ ഫിനിഷ് ആക്കാൻ പാടില്ല. 4x + 10ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4x + 10ൻ്റെ ഡെറിവേറ്റീവ് 4 ആണ്. നമ്മളെല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന റിസൾട്ട് തന്നെയാണ് +c. ഓക്കെ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ്. പക്ഷേ കോസ് എ എക്സ് വന്നാൽ സൈൻ ax/a എന്ന് നമ്മൾ എഴുതാൻ മറക്കരുത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ് ഇൻ്റഗ്രൽ സൈൻ 3x cos 4x dx. ഓക്കെ, ഇൻ്റഗ്രൽ സൈൻ 3x cos 4x dx. ഇവിടെ നമ്മൾ സൈൻ എ കോസ് ബി എന്നുള്ള റിസൾട്ടാണ് ഉപയോഗിക്കുന്നത്. സൈൻ എ കോസ് ബിയുടെ റിസൾട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ ഹാഫ് സൈൻ a + b + സൈൻ a - b. അപ്പോൾ നമ്മളിവിടെ എ ആയിട്ട് സങ്കല്പിക്കേണ്ടത് ആരെയാണ്? ഇതാണ് നമ്മുടെ എ, ഇതാണ് ബി. 3xന് a എന്ന് കൊടുക്കുന്നു, 4xന് b എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിത് മാറ്റി എഴുതിയാൽ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഞാൻ ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് എഴുതുന്നു, കോൺസ്റ്റൻറ്റിനെ പുറത്ത് എഴുതാം. ഹാഫ് ഓഫ് സൈൻ a + b എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് a + b 3x + 4x ഇതാണല്ലോ a + b പ്ലസ് സൈൻ ഓഫ് a - b എന്ന് പറഞ്ഞാൽ 3x - 4x എന്നിട്ട് നമ്മൾ dx എന്ന് എഴുതുന്നു. ഡയറക്റ്റായിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചു. ഹാഫ് ഓഫ് സൈൻ a + b + സൈൻ a - b. ഒരു പക്ഷേ +1 ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക സൈൻ a + b + സൈൻ a - b = 2 സൈൻ a cos b. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നമുക്ക് ഇവിടെ ഇതാണ് ആവശ്യം. ഹാഫ് ഓഫ് നമ്മൾ മാറ്റി എഴുതുന്നു. ഇൻ്റഗ്രൽ സൈൻ ഓഫ് ഇത് 7x ആണല്ലോ അല്ലേ, 7x. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് സൈൻ -x എന്നാവും. 3x - 4x -x ആണല്ലോ. ആ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്താൽ -sin x എന്നായിട്ട് മാറും. -sin x dx. സൈൻ നെഗറ്റീവ് x എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് -x = -sin x എന്നാണല്ലോ റിസൾട്ട്. അങ്ങനെയാണ് അത് പുറത്ത് മൈനസ് എഴുതിയത്. നൗ നമുക്ക് ഇൻ്റഗ്രേഷൻ എഴുതാം. ഹാഫ് ഇൻറ്റു സൈൻ 7xൻ്റെ ഇൻ്റഗ്രൽ. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ -cos ആണല്ലോ. -cos 7x /7 മൈനസ് വീണ്ടും സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ -cos ആണ്. സോ -cos x + c എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ -cos x എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതിയിരിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് ഇൻ്റഗ്രേഷൻ്റെ ട്രിഗോണമെട്രിയുടെ റിസൾട്ടുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ട്രിഗോണമെട്രിയുടെ എല്ലാ റിസൾട്ടുകളും അതിൻ്റെ എല്ലാ ഓൾട്ടർനേറ്റ് ഫോംസും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ കോസ് സ്ക്വയർ എക്സ് ചോദിച്ചാൽ ഇവിടെ 1+ എന്നാവും. അപ്പോൾ ഈ ഡയറക്റ്റ് റിസൾട്ടാണ് ഉപയോഗിച്ചത്. ഇവിടെ സൈൻ a cos b, ഇതുപോലെ കോസ് a cos b ഉണ്ട്.
പിന്നെ സൈൻ എ സൈൻ ബി ഉണ്ട്. അങ്ങനെയുള്ള റിസൾട്ടുകളെല്ലാം നമ്മൾ ബൈഹാർട്ടാക്കി വെച്ചിട്ട് അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. എയുടെ സ്ഥാനത്ത് ഫസ്റ്റ് ആംഗിളും ബിയുടെ സ്ഥാനത്ത് രണ്ടാമത്തെ ആംഗിളും ഒക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് റിസൾട്ടുകൾ പഠിക്കുക, എഴുതി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.